കർത്താവിൻ്റെ കാറ്റടിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit of Samla Holy Priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എപ്പോഴും സംഭവ വിഷയം ഡിസേർമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമുക്ക് ആത്മാവിൽ ജ്വലിച്ച് നിൽക്കുന്നവർക്ക് ഒരു സെൽഫ് ഡിസേർമെൻ്റ് ഉണ്ടാവും. എങ്കിലും ചില സമയത്ത് നമ്മുടെ ഇമോഷണൽ നമ്മളെ വഴിതെറ്റിക്കും. ഇമോഷണലി നമ്മൾ ചില അവസരങ്ങളോട് ഓവർ അറ്റാച്ച് ചില വിഷയങ്ങളോട്. അപ്പോൾ അതാണ് ശരിയും നമ്മുടെ ഇന്ദ്രിയം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ആന്തരിക ബോധ്യം നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് തടഞ്ഞില്ലെങ്കിൽ അത് ശരി. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരും ആത്മഹത്യ ചെയ്യണവരെ അത് പാപമാണെന്ന് കരുതണില്ലല്ല. ഇവർക്ക് 2 മക്കളുണ്ട്. ആത്മഹത്യ ചെയ്ത പല ആൾക്കാർക്ക് മാതാപിതാക്കൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ട്. പക്ഷെ ആ ഒരു സെക്കൻഡിൽ അവർ വിചാരിക്കണത് എന്താണ്? ആത്മഹത്യയാണ് നല്ലതെന്നാണ്. ആ ഒരു സെക്കൻഡാണ് ഒരു പ്രശ്നം. അപ്പോൾ ചെയ്യണ ഭയങ്കര ബ്ലണ്ടറാണെങ്കിൽ പോലും ആ സെക്കൻഡിന് അവർ ആ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്ദ്രിയത്തിനുണ്ടാകുന്ന ഒരു അബദ്ധമാണ്. അതുകൊണ്ടാണ് there must be somebody, വിശ്വസിക്കാൻ പറ്റിയ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ, സ്പിരിച്വൽ ഫാദർ. എല്ലാവർക്കും ഉണ്ടാകുന്നത് ഉടമ്പടി വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ഉടമ്പടിക്കാരെല്ലാവരും ഒരു സ്പിരിച്വൽ ഫാദറിനെ പ്രത്യേകിച്ച് കണ്ടുവെത്തണം, പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന. അതേസമയം തന്നെ ഡിസേർമെൻ്റ് ഉണ്ടാകണം. ഡിസേർമെൻ്റ് എന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ വൈറ്റ് ഓർ ബ്ലാക്ക് എന്നിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അത് വിവേചന ശക്തി എന്ന് പറയണത്. ഇപ്പം ഞാനൊക്കെ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആ കുമ്പസാരിക്കാൻ തരുന്ന ഉപദേശങ്ങൾ വരെ അനോയിൻറ്റഡ് ആകാൻ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കും. കുറേ നേരം പ്രാർത്ഥിച്ചു. അതാണ് കുമ്പസാരത്തിന് മുമ്പുള്ള പ്രാർത്ഥന. പിന്നെ ഏറ്റവും നല്ലത് മനസ്സാപ്രകരണമാണ്. ഞാൻ വിശ്വാസപ്രമാണം ചെല്ലണതിന് മുമ്പ് ഞാനിപ്പോൾ റോമിൽ പോയപ്പോൾ എല്ലാ മാർട്ടിടത്തിലും പോയി. ജസ്റ്റിൻ്റെ മാർട്ടയർ, പത്രോസിൻ്റെ ശവകുടീരത്തേക്ക് പോയി കുർബാനയില്ലേ, അതിൻ്റെ അടുത്തുള്ള തൊട്ടരികിലുള്ള ആൾത്താരെ വിശുദ്ധ പത്രോസിൻ്റെ. അതിനുശേഷം പൗലോസിൻ്റെ കുഴിമാടത്ത് പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം വിശുദ്ധ പൗലോസിൻ്റെ. അതുപോലെ പിന്നീട് എനിക്കിഷ്ടപ്പെട്ട ആളാണ് ജസ്റ്റിൻ, പിന്നെ സെൻറ്റ് സ്റ്റീഫൻ. അവരാദ്യകാല മാർട്ടേഴ്സാണ്. അവരുടെ തോളിലാണ് സഭ നിൽക്കുന്നത്, അവരുടെ ബോധ്യത്തിലും അവരുടെ സാക്ഷ്യത്തിലും. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു